ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ ചാലഞ്ച് ആയിട്ടാണ്. അപ്പം ഞാനും എൻ്റെ അനിയത്തി സച്ചു ആണ് ഇന്ന് ഈ ചാലഞ്ചിലുള്ളത്. അപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രോയിങ് ചാലഞ്ചാണ്. അപ്പോൾ സച്ചു റെഡി അല്ലേ? അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ചാലഞ്ച് എന്ന്. ഞാൻ പറഞ്ഞുതരാം. ഞാനും സച്ചും കൂടെ ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത ടൈം 15 minutes ആണ്. നമ്മുടെ മുന്നിൽ കുറച്ച് കളേഴ്സ് ഉണ്ട്. സ്കെച്ച് പെൻസിൽ ഉണ്ട്, കളർ പെൻസിലുണ്ട്, ക്രയോൺസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ലോട്ട് ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന കളറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ലോട്ട് ഇട്ടു. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ടത് പെൻസിൽ കളറിനുള്ള ലോട്ടാണ്. അപ്പോൾ സച്ചുവിന് കിട്ടിയ കളേഴ്സ് ബ്ലൂ, ഓറഞ്ച്, ലാവൻഡർ ആൻഡ് ബ്ലാക്ക് ആണ്. എനിക്ക് കിട്ടിയത് ലൈറ്റ് ബ്ലൂ, യെല്ലോ, ഗ്രീൻ ആൻഡ് പിങ്ക്. പിന്നെ അടുത്ത് നമ്മൾ ലോട്ട് ഇട്ടത് ഓയിൽ പേസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയത് യെല്ലോയും സച്ചുവിന് കിട്ടിയത് റെഡും ആണ്. പിന്നെ നമ്മൾ സ്കെച്ചിനുള്ള 4 ലോട്ടാണ് ഇട്ടത്. അതിൽ ഞാൻ എടുത്ത 2 കളറ് ഗ്രീൻ, ഓറഞ്ച്, വയലറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ ആയിരുന്നു. സച്ചു എടുത്തതിലുള്ളത് ബ്ലൂ, പിങ്ക്, ബ്രൗൺ ആൻഡ് റെഡ്. ഇപ്പം എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പെൻസിലെടുത്തു, റൈറ്റിംഗ് ബോർഡ് എടുത്തു. അങ്ങനെ നമ്മൾ വരയ്ക്കാനുള്ള ടാബ് എവിടെ ചാരി വയ്ക്കുന്ന ആലോചിച്ചപ്പോൾ ആ പാത്രത്തും കണ്ടു. അപ്പോൾ അതിൻ്റെ മുകളിൽ ചാരി വെച്ചു. എന്നിട്ട് ഇതാ നമ്മൾ സച്ചുവിനെ കാണാനില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നീക്കിയിരുത്തി. എന്നിട്ട് ഞങ്ങളത് നോക്കി വരയ്ക്കുകയാണ്. ഇതിൻ്റെ കയ്യിൽ മൈക്കില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാരണം ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചു, പക്ഷേ ഭയങ്കര നോയ്സായിരുന്നു പുറത്തുനിന്ന്. എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഡബ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ എടുത്ത സ്ഥിതിക്ക് അത് കളയാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്നൊരു മൈക്ക് വാങ്ങാൻ ശ്രമിക്കാം. അങ്ങനെ അത്രയും ദൂരത്ത് വെച്ചിട്ട് എനിക്കൊന്നും ആ പിക്ചറിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ടാബ് എടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചു. ഈ ടാബ് സച്ചുവിൻ്റെ ടാബാണ്. അമ്മയും അച്ഛനും മറ്റേ ഓൺലൈൻ ടൈമിൽ അവൾക്ക് പഠിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്തതാണ്. കാരണം രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ അവൾക്ക് അവരുടെ ഫോൺ കൊടുക്കുമ്പോൾ അവരുടെ യൂസസ് നടക്കാണ്ടായപ്പം സച്ചുവിനൊരു ടാബ് വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോൾ അവളത് യൂസ് ചെയ്യുന്നുണ്ട്. എന്താ ക്രിയേറ്റീവായിട്ട് അവൾ ഡാൻസ് കളിക്കും. അപ്പോൾ അവളുടെ പാട്ട് വെച്ച് ഡാൻസ് കളിക്കാനും ഇതേപോലെ പിക്ചർ എടുത്ത് വരയ്ക്കാനും പിന്നെ എന്തെങ്കിലും ഹോംവർക്കൊക്കെ വരുമ്പോൾ അമ്മ അതിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവൾ അതിൽ നോക്കി ചെയ്തോളും. അങ്ങനത്തെ കാര്യങ്ങൾ അവൾ യൂട്യൂബും കാണും, പക്ഷെ ഒരു റെസ്ട്രിക്റ്റഡ് ടൈമിലേ കാണുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കുറേ സമയം ഇപ്പം ഫോണിൽ അഡിക്റ്റഡ് ആണ്. അങ്ങനെ ആവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് അവരുടെ ബ്രെയിനിനെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പാരൻസും ഇത് കാണുന്ന എല്ലാ പാരൻസും അത് ശ്രദ്ധിക്കണം. അവരെ കൂടുതലും ഫോൺ അഡിക്ട്സ് ആക്കാണ്ട് നമ്മുടെ പഴയ നമ്മളേതൊന്നും എനിക്ക് അത്ര പ്രായമായിട്ടല്ല, ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഫോൺ യൂസ് ചെയ്തിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിച്ചിട്ടും പാടത്ത് കളിച്ചിട്ടും വെച്ച് കളിച്ചിട്ടും അങ്ങനത്തെ നമ്മുടെ പഴയ കളികളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവരെ ഫോൺ അഡിക്ട്സ് ആക്കാതിരിക്കുക ഈ ചെറുപ്പത്തിലെ. അതൊക്കെയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക. പിന്നെ ഞാനും എൻ്റെ സച്ചു ഇതിൽ മത്സരിച്ച് വരയ്ക്കലാണ്. ഞങ്ങൾ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ കാട്ടുന്നുണ്ട്, ഒരു ഭംഗിയില്ലാണ്ടാവുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഞാനും അവളും കൂടി ഇങ്ങനൊരു ടൈം, അത് വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിൽ കൂടെ അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്തത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ ഉള്ളിൽ, ഇപ്പം എൻ്റെ ആണെങ്കിൽ ഉള്ളിലുള്ള ഒരു ചൈൽഡാണ് അവിടെ പുറത്ത് വരുന്നത്. അവൾക്കാണെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ പൂർണ്ണ ക്രിയേറ്റിവിറ്റി അവിടെ തെളിയിച്ച് അതിലിങ്ങനെ വരച്ചുകൊണ്ട് ഞാൻ പിക്ചറില്ലാത്തതൊക്കെയും വരച്ചിട്ടുണ്ട്. അതെ ഗായ്സ്, എനിക്ക് നല്ല സന്തോഷമായി ചാലഞ്ച് ചെയ്തപ്പോൾ. കൂടിയും നല്ല ഫണ്ണായിരുന്നു ഈ ചാലഞ്ച്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഒന്ന് ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ഈ ഒരു എഫേർട്ടിനായിട്ട്. അതും കൂടാണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ. പെൻസിൽ മാത്രം ഭംഗി വരുന്നതാണ് കാണിച്ചാണ്. അങ്ങനെയുള്ളത് തൊപ്പിക്ക് നമുക്ക് കളർ കൊടുക്കുന്ന കാര്യമില്ല. ഞാൻ ഗ്രീൻ പിങ്കും തൊപ്പിയാണ് പോകുന്നത്. അത് നമ്മുടെ കാര്യം
ഓക്കെ, ഞാൻ പറഞ്ഞ ടൈമിൽ പാട്ട് വാച്ച് കിട്ടുള്ളൂ. ഞാൻ ഫോട്ടോ വായിക്കണം. ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സൈനാണോ ആധാറോ? അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ടൈം നോക്കാം. 45 ആയി. അപ്പൊ ഞങ്ങൾ ടൈം പറഞ്ഞ ടൈമായി. ഇനി നമുക്ക് രണ്ടുപേരും വീഡിയോസ് കാണാം. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഫൈനൽ റിസൾട്ട്. 15 മിനിറ്റ് കൊണ്ട് വരച്ചതാണ്. ആൻഡ് പ്ലീസ് നോട്ട് ദിസ്. ഇതിൽ എന്റെ ഹാൻഡ് റൈറ്റിംഗ് കാര്യമാക്കണ്ട കേട്ടോ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് പണ്ട് മുതലേ ഇങ്ങനെയാണ്. ഇത് നമ്മുടെ സച്ചുവിന്റെയാണ്. ഗൈസിന്റെ ചുണ്ട് നല്ല കൊളായി, മുടിയും കൊളായി. പിന്നെ പറയണ്ടല്ലോ, ചട്ടിയം തേച്ചവരാണ്. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ വീഡിയോന്റെ ക്വാളിറ്റി ഞങ്ങൾ എന്തായാലും കമ്മിങ് വീഡിയോസിൽ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. പോവാൻ വരട്ടെ, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പൊ ഓക്കെ, ബൈ.